Dear children, today we will learn chapter 6 Omana's Journey of class 4 EVS. നമ്മൾ ചാപ്റ്റർ 6 ആണ് ഇന്ന് നോക്കുന്നത്. ഈ ചാപ്റ്റർ 6, ചാപ്റ്റർ 7 ആൻഡ് ചാപ്റ്റർ 8 ഇത് മൂന്നും കണ്ടിന്യൂസ് ചാപ്റ്ററാണ്. ഇത് ചാപ്റ്റർ 6 ഓമനാസ് ജേർണി, ചാപ്റ്റർ 7 ഫ്രം ദ വിൻഡോ, ചാപ്റ്റർ 8 റീച്ചിങ് ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്. ഇതിൽ ഇന്ന് ഓമനാസ് ജേർണിയാണ് പഠിക്കുന്നത്. ഓമന ആൻഡ് ഹെർ ബെസ്റ്റ് ഫ്രണ്ട് രാധ വെയർ വെരി എക്സൈറ്റഡ്. ഓമനയും ഓമനയുടെ ബെസ്റ്റ് ഫ്രണ്ടായ രാധയും വളരെയധികം സന്തോഷത്തിലാണ്. ദേ വെയർ ഗോയിങ് ഓൺ എ ട്രെയിൻ ട്രിപ്പ് ടു കേരള. അവർ കേരളത്തിലേക്ക് ട്രെയിനിലൊരു യാത്ര നടത്തുന്നു. ഓമന വാസ് ഗോയിങ് ടു ഹെർ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് ആൻഡ് രാധ വാസ് ഗോയിങ് വിത്ത് ഹെർ ഫാമിലി ഫോർ എ ഹോളിഡേ. ഓമന അവളുടെ മുത്തശ്ശിയുടെ വീട്ടിലേക്കും രാധ അവധിക്കാലം ആഘോഷിക്കാൻ ഫാമിലിയുടെ ഒപ്പമാണ് പോകുന്നത്. ഓമനാസ് ഫാദർ ഹാഡ് ഗോൺ ടു ബുക്ക് ട്രെയിൻ ടിക്കറ്റ് ഫോർ ബോത്ത് ദ ഫാമിലീസ്. ഓമനയുടെ അച്ഛൻ രണ്ട് ഫാമിലിക്കും വേണ്ട ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോയി. ദെൻ ജസ്റ്റ് 2 days ബിഫോർ ദെയർ ജേർണി, 2 ദിവസം മുമ്പ്, അവരുടെ യാത്രയുടെ 2 ദിവസം മുമ്പ്, രാധ ഫെൽ ഡൗൺ ഫ്രം ഹെർ ബൈസൈക്കിൾസ്. രാധയ്ക്ക് എന്ത് പറ്റി? സൈക്കിളിൽ നിന്ന് വീണു ആൻഡ് ഫ്രാക്ചേർഡ് ഹെർ റൈറ്റ് ലെഗ്. അവളുടെ വലത് കാല് പൊട്ടി. ഹെർ ലെഗ് വർ പുട്ട് ഇൻ പ്ലാസ്റ്റർ. എന്ത് ചെയ്തു? അവളുടെ കാല് പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ്. ദ ഡോക്ടർ സെഡ് ദാറ്റ് ഷീ ഷുഡ് നോട്ട് മൂവ് ഹെർ ലെഗ് ഫോർ 6 weeks. 6 ആഴ്ചത്തേക്ക് അവളുടെ കാല് അനക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞു. രാധാസ് ഫാമിലി ഹാഡ് ടു ക്യാൻസൽ ദെയർ ടിക്കറ്റ്സ്. രാധയുടെ ഫാമിലി എങ്ങനെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു. ദ 2 friends വെർ വെരി സാഡ്. 2 ഫ്രണ്ട്സിന് വളരെയധികം സങ്കടമായി. ദേ ഹാഡ് മെയ്ഡ് ഇൻ സോ മെനി പ്ലാൻസ് അബൌട്ട് വാട്ട് ദേ വുഡ് ഡു ടുഗദർ ഓൺ ദ ട്രിപ്പ്. ഈ ട്രിപ്പിനകത്തിൽ അവർക്ക് ഒരുമിച്ച് എന്തെല്ലാം ചെയ്യുമെന്ന് അവർ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ എന്ത് പറ്റിയതൊന്നും നടക്കത്തില്ല. ദെൻ രാധാസ് അമ്മ ഹാഡ് ആൻ ഐഡിയ. രാധയുടെ അമ്മ ഇങ്ങനെ ഒരു ആശയം പറഞ്ഞു. എന്താണ്? ഓമന, വൈ ഡോണ്ട് യു റൈറ്റ് ഡൗൺ എവറിഥിങ് അബൌട്ട് യുവർ ട്രിപ്പ് ഇൻ എ ഡയറി. ഒരു ഡയറിയിൽ നിനക്ക് ഈ ട്രിപ്പിനെ കുറിച്ച് എഴുതി വെക്കാൻ പറ്റുമോ? ദെൻ വെൻ യു കം ബാക്ക് രാധ ക്യാൻ റീഡ് ഓൾ അബൌട്ട് യുവർ ട്രിപ്പ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ തിരിച്ചു വരുമ്പോൾ രാധയ്ക്ക് ആ ട്രിപ്പിനെ കുറിച്ച് എല്ലാം വായിക്കാമല്ലോ. ദിസ് വേ you will not forget anything and it will be also help you to pass the time on the train. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിന്നെ ഒന്നും മറക്കുകയുമില്ല കണ്ട കാര്യങ്ങൾ, ഒപ്പം തന്നെ ട്രെയിനിൽ സമയം പാനൊരു വഴിയുമായി. ബോത്ത് ദ ഫ്രണ്ട്സ് തോട്ട് ദിസ് വാസ് എ ഗുഡ് ഐഡിയ. 2 ഫ്രണ്ട്സിനും എന്ത് തോന്നി? ഇത് നല്ലൊരാശയമാണെന്ന് തോന്നി. ഓമന വെന്റ് ഹോം ആൻഡ് ഫൗണ്ട് എ നോട്ട്ബുക്ക് വിത്ത് ബ്ലാങ്ക് പേജസ് ടു റൈറ്റ് ഓൾ എബൌട്ട് ഹെർ ജേർണി. അവിടെ യാത്രയെക്കുറിച്ച് എഴുതാൻ വേണ്ടി അവൾ വീട്ടിൽ ചെന്ന് ഒരു ബ്ലാങ്ക് നോട്ട്ബുക്ക്, ഒന്നും എഴുതാത്ത ഒരു ബുക്ക് എടുത്തു. ഹിയർ ആർ സം പേജസ് ഫ്രം ഓമനാസ് ഡയറി ഫോർ യു ടു റീഡ്. ഇവിടെ നമുക്ക് ഓമനയുടെ ഡയറിക്കകത്തിലെ കുറച്ച് പേജസ് ആണ് പഠിക്കാനുള്ളത്. ഓമനയുടെ ട്രാവൽ. ഓമന ഗുജറാത്തിൽ നിന്നാണ് ട്രാവൽ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. അവിടുന്ന് കേരളത്തിലെ കോട്ടയത്തുള്ള ഗ്രാൻഡ് മദറിൻ്റെ വീട്ടിലേക്കാണ് ഓമന വരുന്നത്. ആ യാത്രയിൽ എന്തൊക്കെ അവൾ കാണുന്നു എന്നുള്ളതാണ്. ആദ്യം പല സ്റ്റേറ്റുകൾ കടന്നാണ് കേരളത്തിലെത്തുന്നത്. ഫസ്റ്റ്ലി ഗുജറാത്ത് വഴി മഹാരാഷ്ട്ര, ഗോവ, കർണാടക, ദെൻ കേരള. കേരളത്തിൽ കോട്ടയത്താണ് ഓമനയുടെ ഗ്രാൻഡ് മദറിൻ്റെ വീട്. ചില സ്ഥലങ്ങളൊന്നും ചില സ്റ്റേറ്റൊന്നും പാസ് ചെയ്യുന്നത് അവർ പറയുന്നില്ല. പക്ഷെ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിൻ രാത്രിയും പകലും യാത്ര ചെയ്യുന്നുണ്ട്. പകലത്തെ കാഴ്ചകൾ മാത്രമാണ് ഓമന ഡയറിയിൽ എഴുതുന്നത്. അപ്പോൾ രാത്രിയിൽ പാസ് ചെയ്യുന്ന സ്ഥലങ്ങളൊന്നും ഈ ലെസണിൽ പറയുന്നില്ല. ഓമനാസ് ഡയറി. 16th May 11:35. ടൈം ഈസ് ഓൾസോ ഹിയർ. ഇതൊരു റെയിൽവേ പ്ലാറ്റ്ഫോമാണ്. പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഇവിടെ പാസഞ്ചേഴ്സ് വന്ന് നിൽക്കുന്ന സ്ഥലമാണ്. അതിന് നമ്മൾ പ്ലാറ്റ്ഫോം എന്നാണ് പറയുന്നത്. റെയിൽവേ കോച്ചസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് റെയിൽവേ കോച്ചസ് ആണ്. ഓക്കെ. ആസ് സൂൺ ആസ് വി ഹാഡ് റീച്ച് ദ സ്റ്റേഷൻ വി ചെക്ക്ഡ് അവർ നെയിംസ് ഓൺ ദ റിസർവേഷൻ ചാർട്ട്. ഞങ്ങൾ സ്റ്റേഷനിൽ വന്ന ഉടനെ തന്നെ ഞങ്ങളുടെ പേര് റിസർവേഷൻ ചാർട്ടിലുണ്ടോ എന്ന് നോക്കി. ഇതാണ് ഒരു റിസർവേഷൻ ചാർട്ട്. ഇതിനകത്തിൽ ആൾക്കാരുടെ പേരും
അവർക്ക് ഏത് സീറ്റാണോ അലോട്ട് ചെയ്തിരിക്കുന്നത് എന്നെല്ലാം ഇതിനകത്തിൽ ഉണ്ടായിരിക്കും. സൂൺ ദ ട്രെയിൻ റീച്ച്ഡ് ദ പ്ലാറ്റ്ഫോം. പെട്ടെന്ന് തന്നെ ട്രെയിന് പ്ലാറ്റ്ഫോമിൽ വന്ന് നിന്നു. വി സോ ദാറ്റ് ദ കോച്ച് വാസ് ഓൾറെഡി ഫുൾ. നമ്മൾ നോക്കിയപ്പോൾ ആ കോച്ച് അല്ലെങ്കിൽ തന്നെ ഫുള്ളായിട്ടിരിക്കുന്നു. എന്താണ് കാര്യം? ദ ട്രെയിൻ ഹാഡ് സ്റ്റാർട്ടഡ് ഏർലി ഇൻ ദ മോർണിംഗ് ഫ്രം ഗാന്ധിധാം ഇൻ കച്ച്. ആ ട്രെയിൻ രാവിലെ തന്നെ ഗാന്ധിധാമിൽ നിന്ന് പുറപ്പെട്ടതാണ്. അതുകൊണ്ട് ആൾക്കാർ നിറഞ്ഞു. വെൻ ദ ട്രെയിൻ കെയിം ദെയർ വാസ് സോ മച്ച് കൺഫ്യൂഷൻ. ട്രെയിൻ വന്നപ്പോഴത്തേക്ക് അവിടെ ആപ്പാടെ ഒരു കൺഫ്യൂഷനായി, ആപ്പാടെ ഒരു എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യാത്ത ഒരവസ്ഥ. പീപ്പിൾ വെയർ ഗെറ്റിംഗ് ഓഫ് ആൻഡ് അതേഴ്സ് ആർ പുഷിങ് ആൻഡ് ട്രൈങ് ടു പുട്ട് ദെയർ ലഗേജസ് ഇൻസൈഡ് ഓൾ ഫ്രം വൺ ഡോർ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കയറാനും ഇറങ്ങാനുമുള്ള തിക്കും തിരക്കും തള്ളും ഉന്തും. അതുപോലെ ലഗേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഗുകൾ ഉള്ളിലേക്ക് ട്രെയിനിനുള്ളിലേക്ക് കയറ്റാനുള്ള തിരക്കുമില്ല. പക്ഷേ എന്താണ് എല്ലാം ഒരു ഡോറിലൂടെ ആയിരുന്നു അവർ ചെയ്തിരുന്നത്. വി സംഹൗ മാനേജ് ടു ഗെറ്റ് ഇൻ. ഞങ്ങൾ ഒരു തരത്തിലകത്ത് കയറി. ഫൈൻഡ് അവർ സീറ്റ്സ് ആൻഡ് പുട്ട് അവർ ലഗേജസ് അണ്ടർ ദം. എന്നിട്ട് എന്ത് ചെയ്തു? ഞങ്ങൾ ഞങ്ങളുടെ സീറ്റ് കണ്ടുപിടിച്ചിട്ട് ആ സീറ്റിനിടയിലേക്ക് ലഗേജസ് ബാഗ്സ് വെച്ചു. ബൈ ദ ടൈം ദ ട്രെയിൻ സ്റ്റാർട്ടഡ് മോസ്റ്റ് പീപ്പിൾ ഹാഡ് ഫൗണ്ട് ദെയർ സീറ്റ്സ് ആൻഡ് അറേഞ്ച്ഡ് ദെയർ ലഗേജസ്. ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് എല്ലാ ആൾക്കാരും അവരുടെ സീറ്റ് കണ്ടുപിടിച്ച് ബാഗുകളെല്ലാം പ്രോപ്പറായിട്ടുള്ള സ്ഥലത്ത് വെച്ചു. ആഫ്റ്റർ സം ടൈം ദ ടിക്കറ്റ് കളക്ടർ കെയിം ആൻഡ് ചെക്ക്ഡ് അവർ ടിക്കറ്റ് ടു സീ ദാറ്റ് വി വെയർ ഇൻ അവർ പ്രോപ്പർ സീറ്റ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ടിക്കറ്റ് കളക്ട് ചെയ്യുന്ന ആൾ വന്ന് ഞങ്ങളുടെ എല്ലാം ടിക്കറ്റ് പരിശോധിച്ച് ഞങ്ങൾക്കെല്ലാം കറക്റ്റായിട്ടുള്ള ടിക്കറ്റ് ഉണ്ടോയെന്നും ഞങ്ങൾ കറക്റ്റ് സീറ്റിലാണോ ഇരിക്കുന്നത് എന്നും നോക്കി. അമ്മ ആൻഡ് അപ്പ ഹാഡ് ദ ലോവർ ബർത്തിലായിരുന്നു അമ്മയും അപ്പായും ഇരുന്നത്, ഫാദറും മദറും ഇരുന്നത്. ഉണ്ണി ആൻഡ് ഐ ഹാവ് ഇൻ ദ മിഡിൽ. ഉണ്ണിയും ഞാനും മിഡിലായിട്ടായിരുന്നു ഇരുന്നത്. ഇതാണ് ഒരു ട്രെയിനിൻ്റെ ബർത്ത് എന്ന് പറയുന്നത്. ഇത് ലോവർ ബർത്ത്, ഇത് അപ്പർ ബർത്ത്. മുകളിലും താഴെയുമായിട്ട് ഇതിനടിഭാഗത്താണ് ലഗേജസ് വെക്കുന്നത്. ബർത്ത്. ദെയർ ആർ 2 കോളേജ് സ്റ്റുഡൻസ് ഹൂ ഹാവ് ദ അപ്പർ ബർത്ത്. മുകളിലുള്ള ബർത്തിൽ ആരായിരുന്നു? 2 കോളേജ് സ്റ്റുഡൻസ് ആയിരുന്നു. ഓൺ ദ അതർ ബർത്ത് ദെയർ ഈസ് എ ഫാമിലി വിത്ത് 2 ചിൽഡ്രൻ. അടുത്ത ബർത്തിൽ 2 കുട്ടികളും ഉൾപ്പെടുന്ന ഒരു ഫാമിലി ഉണ്ടായിരുന്നു. ദെൻ സീംസ് ടു ബി എബൌട്ട് അവർ ഏജ്. ഞങ്ങളുടെ ഏകദേശം പ്രായം തന്നെ ആയിരുന്നു ആ കുട്ടികൾക്ക്. ഐ വിൽ ഗോ ആൻഡ് ടോക്ക് ടു ദം ഇൻ ലേറ്റർ. കുറച്ച് കഴിയുമ്പം അവരോട് പോയി സംസാരിക്കാമെന്ന് ഞാൻ ചിന്തിച്ചു. നൗ ഐ ആം സിറ്റിംഗ് നിയർ ദ വിൻഡോ. ഞാനിപ്പോൾ വിൻഡോയ്ക്കടുത്ത് ജനാലയ്ക്ക് അരിയിലാണ് ഇരിക്കുന്നത്. ആൻഡ് ഐ ഹാവ് സ്റ്റാർട്ടഡ് റൈറ്റിംഗ് എബൌട്ട് അവർ ജേർണി. ഞങ്ങളുടെ യാത്രയെക്കുറിച്ച് ഞാൻ എഴുതുകയാണ്. ജസ്റ്റ് ഐ ഹാഡ് പ്രോമിസ്ഡ് യു. നിന്നോട് പ്രോമിസ് ചെയ്ത പോലെ. ആരോട് പ്രോമിസ് ചെയ്ത പോലെ? രാധയോട് പ്രോമിസ് ചെയ്ത പോലെ. ഐ വിൽ സ്റ്റോപ്പ് നൗ ബിക്കോസ് അമ്മ ഹാഡ് ഓപ്പൺ ദ ടിഫിൻ ബോക്സ്. ഞാനിപ്പോൾ എടുത്ത് നിർത്തുകയാണ്. എന്താ കാര്യം? അമ്മ ടിഫിൻ ബോക്സ് തുറന്നു, ആഹാരത്തിൻ്റെ പാത്രം തുറന്നു. അമ്മ ഹാഡ് പാക്ക്ഡ് എ ലോട്ട് ഓഫ് ഫുഡ്. ഒത്തിരി ഫുഡ് കളക്ട് ചെയ്തിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. ഡോക്ലാൻ ചട്നി, ലെമൺ റൈസ് ആൻഡ് സം മിഠായി. മൈ മൗത്ത് ഈസ് വാട്ടറിങ്. ഐ വിൽ റൈറ്റ് മോർ ലേറ്റർ. ഈ ഫുഡ് ടിഫിൻ ബോക്സ് തുറന്നപ്പോൾ എനിക്ക് വായിൽ വെള്ളമൂറി. എന്തൊക്കെയായിരുന്നു ഫുഡ് കൊണ്ടുവന്നത്? ഡോക്ലാൻ ചട്നി, ലെമൺ റൈസ് ആൻഡ് സം മിഠായി. മിഠായി മീൻസ് സ്വീറ്റ്സും ഉണ്ടായിരുന്നു. ഐ വിൽ റൈറ്റ് മോർ ലേറ്റർ. ഞാൻ പിന്നീട് ബാക്കി എഴുതാം. വൈ വാസ് ഇറ്റ് സോ ക്രൗഡഡ് അറ്റ് ദ ഡോർ ഇൻ ദ കോച്ച്. ആ റെയിൽവേ കോച്ചിൻ്റെ അവർ കയറാൻ നിന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. ക്രൗഡഡ് മീൻസ് ഭയങ്കര ആൾക്കൂട്ടമായിരുന്നു. എന്തായിരുന്നു കാര്യം? ദ പാസഞ്ചേഴ്സ് ആർ ഇൻ ഹറി. പാസഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ യാത്രക്കാർ വളരെ തിരക്കിലായിരുന്നു. ദേ ആർ നോട്ട് വില്ലിങ് ടു വെയിറ്റ്. അവർക്കൊട്ടും വെയിറ്റ് ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. ദേ ട്രൈ ടു ഗെറ്റ് ഡൗൺ ഓൾ അറ്റ് വൺസ്. എല്ലാവരും കൂടി ഒരുമിച്ച് ഇറങ്ങാൻ ശ്രമിക്കുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ടാണ് അവിടെ അത്രയും തിരക്ക് അനുഭവപ്പെട്ടത്. ഹാവ് യു എവർ ട്രാവൽഡ് ഇൻ എ ട്രെയിൻ വെൻ. എപ്പോഴെങ്കിലും നിങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ടോ? എപ്പോൾ? യെസ്,
വെൻ ഐ വാസ് 10 years old we went to Delhi for a marriage. ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. പോയിട്ടുണ്ട് എനിക്ക് ഏകദേശം 10 വയസ്സുള്ളപ്പോൾ ഒരു മാരേജിന് ഡൽഹിയിൽ. വാട്ട് ഫുഡ് വുഡ് യു ലൈക്ക് ടു ടേക്ക് വിത്ത് യു വെൻ യു ട്രാവൽ? ബൈ. നിങ്ങൾ ഏത് ടൈപ്പ് ഫുഡാണ് എവിടെയെങ്കിലും പോകുമ്പോൾ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഫുഡ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്? നോക്കാം. ഡ്രൈ ഫ്രൂട്ട്സ്, സ്നാക്സ്, സ്വീറ്റ്സ്, ലെമൺ, റൈസ്, ബനാന, ബിസ്ക്കറ്റ്, ചിപ്സ് എക്സെട്ര. ഇതൊക്കെ എന്താ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്? ഇതൊന്നും പെട്ടെന്ന് സ്പോയിൽഡ് ആകത്തില്ല, ചീത്തയായി പോകത്തില്ല. ദീസ് ഫുഡ് ഐറ്റംസ്, വൈ എന്നുള്ളതിൻ്റെ ആൻസറാണ്. ദീസ് ഫുഡ് ഐറ്റംസ് doesn't spoil immediately. വളരെ പെട്ടെന്ന് ചീത്തയായി പോകത്തില്ല. ഓക്കെ. നെക്സ്റ്റ്, വാട്ട് ഡസ് എ ടിക്കറ്റ് ചെക്കർ ഡു? ടിക്കറ്റ് ചെക്കർ എന്താണ് ചെയ്തത്? ദ ടിക്കറ്റ് ചെക്കർ ചെക്സ് ദ ടിക്കറ്റ് ടു സീ ദാറ്റ് all the passengers have proper ticket and are occupying the correct seat. എന്താണ് ടിക്കറ്റ് ചെക്കർ നോക്കിയത്? എല്ലാ ആൾക്കാരും പാസഞ്ചേഴ്സും കറക്റ്റായിട്ടുള്ള സീറ്റിലാണോ ഇരിക്കുന്നത്, അതുപോലെ അവർ കറക്റ്റായിട്ടുള്ള ടിക്കറ്റ്സ് എടുത്തിട്ടുണ്ടോ? ഹൗ വിൽ യു റെക്കഗ്നൈസ് ദ ടിക്കറ്റ് ചെക്കർ? എങ്ങനെയാണ് ടിക്കറ്റ് ചെക്കറിനെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് തിരിച്ചറിയുന്നത്? ഒരു ടിക്കറ്റ് ചെക്കറിനെ കണ്ടാൽ എങ്ങനെയാണ് അറിയുന്നത്? ഹി ഈസ് ഇൻ ബ്ലാക്ക് കോട്ട്, ഒരു കറുത്ത കോട്ടുണ്ടാവും. ദെയർ ഈസ് എ നെയിം ടാഗ് ഓൺ ഹിസ് ചെസ്റ്റിൽ ഒരു നെയിം ടാഗ് ഉണ്ടായിരിക്കും. അവരുടെ പേരെഴുതി ഒരു നെയിം പ്ലേറ്റ് അവരുടെ നെഞ്ചത്തുണ്ടാവും. പിന്നെ അതുപോലെ ഷോൾഡറിൽ ദെർ ഈസ് എ ബാച്ച് ഓൺ ബോത്ത് ഹിസ് ഷോൾഡേഴ്സ് ഷോവിങ് TT എന്നെഴുതിയ ഒരു പ്ലേറ്റും അവരുടെ ഷോൾഡറിൽ തോൾഭാഗത്തായിട്ടാണ്. TT എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാവലിംഗ് ടിക്കറ്റ് എക്സാമിനർ. TT എന്നുള്ളതിൻ്റെ ഫുൾ ഫോമാണ് ട്രാവലിംഗ് ടിക്കറ്റ് എക്സാമിനർ. ആഫ്റ്റർ ലഞ്ച് സം പീപ്പിൾ സ്ലെപ്റ്റ്. ലഞ്ച് കഴിഞ്ഞപ്പം കുറച്ച് ആൾക്കാർ ഉറങ്ങി. ബട്ട് ഐ വാസ് നോട്ട് സ്ലീപ്പിംഗ്. ഞാൻ ഉറങ്ങിയില്ല. ഐ കെപ്റ്റ് ലുക്കിംഗ് ഔട്ട് ദ വിൻഡോ. ഞാൻ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കി. ഐ സോ മെനി ഫീൽഡ്സ്. ഞാൻ ചെറിയ ഫീൽഡുകൾ കണ്ടു. ബട്ട് ദേ ഓൾ വെയർ ബ്രൗൺ ആൻഡ് ഡ്രൈ. എങ്ങനെയാണ്? ഉണങ്ങി വരണ്ട ബ്രൗൺ കളറിലുള്ള വയലുകളാണ് ഞാൻ കണ്ടത്. സംടൈംസ് വി പാസ് സ്മോൾ വില്ലേജസ്. ചില സമയത്ത് ഞങ്ങൾ ചെറിയ വില്ലേജുകളൊക്കെ കടന്നു പോകുന്നുണ്ടായിരുന്നു. ദേ സീം ടു ബി ഫ്ലൈയിങ് ബൈ. നോക്കുമ്പോൾ അത് പറന്നു പോകുന്ന പോലെ തോന്നുന്നത്. ഡു യു നോ that when the train is at very high speed, things outside seem to be running in the opposite direction. നമ്മൾ ട്രെയിനിലിരിക്കുമ്പോൾ ട്രെയിൻ നല്ല സ്പീഡിൽ പോകുമ്പോൾ പുറത്തുള്ള സാധനങ്ങളൊക്കെ പുറകോട്ട് ഓടിപ്പോകുന്നതായിട്ട് നമുക്ക് തോന്നും. എന്താ കാര്യം? ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ട്രെയിൻ മുന്നോട്ട് പോകുമ്പോൾ വെളിയിലുള്ളതൊക്കെ പുറകോട്ട് പോകുന്നതായിട്ട് നമുക്ക് തോന്നും. എന്താ കാര്യം? ട്രെയിൻ വളരെ സ്പീഡിലാണ്. അതേ സ്പീഡിൽ നമ്മളും സഞ്ചരിച്ചുകൊണ്ടിരിക്കുക ട്രെയിനിനകത്ത്, അല്ലേ? പക്ഷേ വെളിയിൽ നിൽക്കുന്ന മരങ്ങളൊക്കെ അല്ലെങ്കിൽ ബിൽഡിങ്ങൊക്കെ അതുപോലെ തന്നെ നിൽക്കുക. അപ്പം നമുക്ക് എന്തോ തോന്നുന്നത്? നമ്മൾ മൂവ് ചെയ്യുന്നതുകൊണ്ട് തോന്നുകയാണ് വെളിയിലുള്ളതാണ് മൂവ് ചെയ്യുന്നത്. ശരിക്കും ആരാ മൂവ് ചെയ്യുന്നത്? ട്രെയിനിലിരിക്കുന്ന നമ്മളാണ് മൂവ് ചെയ്യുന്നത്. Earlier it was really hot. നേരത്തെ ഭയങ്കര ചൂടായിരുന്നു. Now that it is evening. ഇപ്പോൾ ഈവനിങ് ആയി. There is some breeze. ഇപ്പം ചെറിയൊരു വിൻഡ് നമുക്ക് അടിക്കുന്ന കാണാം. The sun is slowly setting and the sky was become orange. സൺ സെറ്റ് ആവുകയാണ്, അതായത് ഈവനിങ് ആവുകയാണ്. സ്കൈ എങ്ങനെയാണ്? നല്ല ഓറഞ്ച് കളറിൽ. ഐ ഹാവ് നെവർ സീൻ ഇറ്റ് ലുക്ക് ലൈക്ക് ദിസ് ഇൻ അഹമ്മദാബാദ്. ഞാനിങ്ങനെ അഹമ്മദാബാദിൽ കണ്ടിട്ടേയില്ല. വി ഹാവ് ജസ്റ്റ് പാസ്ഡ് എ സ്റ്റേഷൻ കോൾഡ് വത്സദ്. ഞങ്ങൾ വത്സദ് എന്ന് പറയുന്ന ഒരു സ്റ്റേഷനാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ദ ട്രെയിൻ സ്റ്റോപ്പ്ഡ് ഫോർ ഓൺലി 2 minutes. 2 മിനിറ്റത്തേക്ക് ഇവിടെ നിർത്തിയേക്കാണ്. ബട്ട് ഈവൻ ഫോർ ദ ഷോർട്ട് ടൈം ദെയർ വാസ് സോ മച്ച് നോയ്സ്. ഈ 2 മിനിറ്റത്തേക്ക് നിർത്തിയിരിക്കുന്നതിൽ അവിടെ ഭയങ്കര ശബ്ദമായിരുന്നു. ചായ്, ഗരം ചായ്, ടീ,
ഹോട്ട് ടീ. വൺ മാൻ വാസ് കോളിംഗ്. ഒരു മനുഷ്യൻ പറയാണ് ചൂട് ചായ. ബട്ടാട്ട വട, ബട്ടാട്ട വട. അടുത്ത ആൾ പറയാണ് സ്നാക്സ് വട. ദെൻ പൂരി ഷാക്ക്. ദൂത് ടണ്ട ദൂത്. പൂരി. പിന്നെ അതുപോലെ കോൾഡ് മിൽക്ക്. ഇതൊക്കെ തണുത്ത പാൽ. ഇതൊക്കെയാണ് ആൾക്കാർ ആ പ്ലാറ്റ്ഫോമിൽ വിറ്റുകൊണ്ടിരിക്കുകയാണ്. പീപ്പിൾ വെയർ സെല്ലിങ് ആൻഡ് ബൈങ് ഫുഡ് ഇൻ ദ പ്ലാറ്റ്ഫോം. ആ പ്ലാറ്റ്ഫോമിൽ ആൾക്കാർ ഇങ്ങനെ സാധനങ്ങൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. വി ക്വിക്ലി ബോട്ട് സം ബനാനാസ് ആൻഡ് ചിക്കൂസ് ത്രൂ ദ വിൻഡോ ഇറ്റ്സെൽഫ്. വിൻഡോയിലൂടെ തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, കുറച്ച് ബനാനയും ചിക്കൂസും വാങ്ങിച്ചു. വാട്ട് ഡിഡ് ഓമന സീ ഫ്രം ദ വിൻഡോ. വിൻഡോയിലൂടെ ഓമന എന്താണ് കണ്ടത്? ഷീ സോ ബ്രൗൺ ആൻഡ് ഡ്രൈ ഫീൽഡ്. ബ്രൗൺ കളറിലുള്ള ഉണങ്ങിയ ഫീൽഡുകളാണ് കണ്ടത്. അതുപോലെ സ്മോൾ വില്ലേജസ്, ചെറിയ വില്ലേജുകൾ കണ്ടു. ഷീ ഓൾസോ സോ ദ ബ്യൂട്ടിഫുൾ ഓറഞ്ച് സ്കൈ. നല്ല ഓറഞ്ച് നിറത്തിലുള്ള ആകാശവും അവൾ കണ്ടു. വാട്ട് ആർ സം ഓഫ് ദ തിങ്സ് ദാറ്റ് ആർ സോൾഡ് അറ്റ് റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷനിൽ എന്തൊക്കെ സാധനങ്ങളാണ് വിറ്റുകൊണ്ടിരുന്നത്? എന്തൊക്കെയായിരുന്നു? ടീ, വട, പൂരി, കോൾഡ് മിൽക്ക്, ബനാന, ചിക്കൂസ്, അതർ സ്നാക്സ് ആൻഡ് സ്വീറ്റ്സ്. സ്നാക്സും സ്വീറ്റ്സും ഒക്കെയാണ് വിറ്റുകൊണ്ട് ഇരുന്നത്. നൗ ടൈം ഈസ് 8:30. 16 May 8:30. ഐ ഹാവ് മെയ്ഡ് സം ഫ്രണ്ട്സ്. എനിക്ക് കുറച്ച് ഫ്രണ്ട്സിനെ അവിടെ കിട്ടി. ദേ ആർ സുനിൽ ആൻഡ് ആൻ. അതാരൊക്കെയായിരുന്നു? സുനിലും ആനും ആയിരുന്നു. ദേ ആർ ഗോയിങ് ടു ദെയർ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് ഇൻ കോഴിക്കോട്. അവർ കോഴിക്കോടുള്ള ഗ്രാൻഡ് മദറിൻ്റെ വീട്ടിൽ പോവുകയാണ്. സുനിൽ ഹാഡ് ഗിവൺ മീ സം സ്റ്റോറി ബുക്സ് ടു റീഡ്. സുനിൽ എനിക്ക് കുറച്ച് സ്റ്റോറി ബുക്സ് തന്നു. എന്തിനാ? വായിക്കാൻ. ലിറ്റിൽ വൈൽ എഗോ ഐ വെൻറ്റ് ടു ബ്രഷ് മൈ ടീത്ത്. ഇച്ചിരി മുന്നേ ഞാൻ എൻ്റെ പല്ല് ബ്രഷ് ചെയ്യാൻ വേണ്ടി പോയി. ബട്ട് ദർ വാസ് നോ വാട്ടർ ഇൻ ദ ബാത്റൂം. ബാത്റൂമിൽ എന്തില്ല? വെള്ളമില്ല. സംബഡി സെഡ് ദാറ്റ് ഇറ്റ് വിൽ ഓൺലി ബി ഫിൽഡ് അറ്റ് ദ നെക്സ്റ്റ് ബിഗ് സ്റ്റേഷൻ. അടുത്ത വലിയ സ്റ്റേഷനിൽ മാത്രമേ ഇനി വെള്ളം ഫില്ല് ചെയ്യുമെന്ന് ആരോ പറയുന്ന കേട്ടു. വൈ ഡു യു തിങ്ക് ദർ വാസ് നോ വാട്ടർ ഇൻ ദ ബാത്റൂം ഓഫ് ദ ട്രെയിൻ? വൈ? എന്തുകൊണ്ടാണ് ട്രെയിനിലെ ബാത്റൂമിൽ വെള്ളം ഇല്ലാതിരിക്കുന്നത്? അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ. എന്താ കാര്യം? പാസഞ്ചേഴ്സ് യൂഷ്വലി വേസ്റ്റ് വാട്ടർ ഫിൽഡ് ഇൻ ദ ട്രെയിൻ. ട്രെയിനിൽ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന വാട്ടർ പാസഞ്ചേഴ്സ്, യാത്രക്കാർ പലപ്പോഴും വേസ്റ്റ് ചെയ്യുന്നു. ഓർ സംടൈംസ് ഇറ്റ് ഈസ് നോട്ട് ഫിൽഡ് പ്രോപ്പർലി. ശരിക്കും ചില സമയത്ത് വെള്ളം നിറച്ച് വയ്ക്കാറും ഇല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇമാജിൻ ദാറ്റ് യു ആർ ഗോയിങ് ഓൺ എ ലോങ് ട്രെയിൻ ജേർണി. നിങ്ങൾ വലിയൊരു ട്രെയിൻ ജേർണി പോവുകയാണ്, ട്രെയിൻ യാത്രയിലാണ്. വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് യു വിൽ ടേക്ക് വിത്ത് യു ടു ഹെൽപ്പ് പാസ് ടൈം? സമയം പോകാൻ വേണ്ടി നിങ്ങൾ എന്ത് എടുക്കും? എന്താണ് നിങ്ങളുടെ കൂടെ യാത്രയ്ക്ക് കൊണ്ടുപോകാൻ നിങ്ങൾ കരുതുന്നത് സമയം കളയാൻ വേണ്ടി? വി ഷുഡ് ക്യാരി സം സ്റ്റോറി ബുക്സ്. സ്റ്റോറി ബുക്കുകൾ നമുക്ക് കൊണ്ടുപോകാം. ആൻഡ് സം ഹാൻഡി ഗെയിംസ് ടു പാസ് ടൈം. ഹാൻഡി ഗെയിംസ് മീൻസ് ചെസ്സ് പോലെയുള്ള, അല്ലെങ്കിൽ സ്നേക്ക് ആൻഡ് ലാഡർ പോലെയുള്ള കയ്യിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഗെയിംസ് ഉണ്ടല്ലോ, അത് നമുക്ക് കൂടെ കൊണ്ടുപോകാൻ പറ്റും. ക്യാൻ യു ഇമാജിൻ ഹൂ ആർ ദീസ് പീപ്പിൾ ഷോൺ ഇൻ ദ പിക്ചർ? ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് പറയാമോ? വാട്ട് വർക്ക് ഡു യു ഡു? അവരെന്തൊക്കെ ജോലികളാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് പറയാമോ? പിക്ചർ കണ്ടല്ലോ, ഈ പിക്ചറിൽ ഓരോന്നും നമുക്ക് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ദിസ് ഈസ് കൂലി. കൂലി സ്പെല്ലിംഗ് നമുക്ക് അടുത്ത പേജിൽ പഠിക്കാം. ജസ്റ്റ് ലിസൺ. ദിസ് ഈസ് കൂലി. ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ, ഗാർഡ്. തേർഡ് വൺ, യെസ്, ഡ്രൈവർ. ആൻഡ് ഫോർത്ത് വൺ, this is ticket checker. And fifth one, railway police. Sixth one, സഫായി കർമചാരി, ക്ലീനർ. ഇത് വൃത്തിയാക്കുന്ന ആൾ, റെയിൽവേയുടെ പ്ലാറ്റ്ഫോമൊക്കെ വൃത്തിയാക്കുന്ന ആൾ. 7, ടിക്കറ്റ് സെല്ലർ. ഇനി ഓരോരുത്തരെയും നമുക്ക് നോക്കാം. കൂലി. കൂലി എന്താ ചെയ്യുന്നത്? കൂലി ഹെൽപ്പ് ദ പീപ്പിൾ ടു ക്യാരി ദെയർ ലഗേജസ്. നമ്മൾ യാത്രക്കാരുടെ ലഗേജസ്, ബാഗുകൾ എടുത്തുകൊണ്ട് പോകാനാണ് കൂലി സഹായിക്കുന്നത്. ഗാർഡ്. ഒരു ഗാർഡ് എന്താണ് ചെയ്യുന്നത്?
A guard signals the train to start. He also watches the train. He is a type of in charge of train. അതായത് ഗാർഡ് എന്ന് പറഞ്ഞാൽ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് എന്ത് ചെയ്യും, ഒരു സിഗ്നൽ തരും, ഒരു അടയാളം കൊടുക്കും. അതുപോലെ ട്രെയിനിനെ വാച്ച് ചെയ്യുന്ന ആളാണ്. അതുപോലെ ഒരു ട്രെയിനിൻ്റെ ഒരു ഇൻചാർജാണെന്ന് നമുക്ക് ഗാർഡിനെ കുറിച്ച് പറയാം. ഡ്രൈവർ, ഹി റൺസ് ആൻഡ് കൺട്രോൾ ദ ട്രെയിൻ. ട്രെയിനിന് ഓടിച്ചുകൊണ്ട് പോകുന്ന ആളാണ് ഡ്രൈവർ. അദ്ദേഹമാണ് ട്രെയിനിനെ കൺട്രോൾ ചെയ്യുന്നത്, നിയന്ത്രിച്ചുകൊണ്ട് പോകുന്നത്. ടിക്കറ്റ് ചെക്കർ, ഹി ചെക്ക് ദ ടിക്കറ്റ് ആൻഡ് മാച്ചസ് ദം വിത്ത് ദ പാസഞ്ചേഴ്സ്. ടിക്കറ്റ് ചെക്കർ എന്താ ചെയ്യുന്നത്? യെസ്, ടിക്കറ്റ് ചെക്ക് ചെയ്തിട്ട് അത് കറക്റ്റ് ആണോ എന്ന് നോക്കി പാസഞ്ചേഴ്സിൻ്റെ ടിക്കറ്റും എല്ലാം കറക്റ്റായിട്ട് നോക്കുന്നതാണ്. റെയിൽവേ പോലീസ് പ്രൊവൈഡ് സെക്യൂരിറ്റി ടു ദ ട്രെയിൻ, റെയിൽവേ സ്റ്റേഷൻ ആൻഡ് പാസഞ്ചേഴ്സ് ട്രാവലിംഗ് ഇൻ ദ ട്രെയിൻ. നമുക്ക് സെക്യൂരിറ്റി തരുന്നത്, നമുക്ക് സുരക്ഷിതത്വം തരുന്നത് റെയിൽവേ പോലീസാണ്. സഫായി കർമചാരി, ഹി ക്ലീൻസ് ദ ട്രെയിൻ ആൻഡ് പ്ലാറ്റ്ഫോം. അദ്ദേഹം ക്ലീനർ, അതായത് പ്ലാറ്റ്ഫോമും ട്രെയിനും എല്ലാം വൃത്തിയാക്കുന്ന ആളാണ് സഫായി കർമചാരി എന്ന് പറയുന്നത്. ടിക്കറ്റ് സെല്ലർ, ദേ സെൽസ് ടിക്കറ്റ് വിൽക്കുന്ന ആൾ. ഹിയർ എൻഡ്സ് അവർ ലെസൺ. താങ്ക്സ് ഫോർ വാച്ചിങ്.